രാധേശ്യാം എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുല്ലോർലിത്തേവരുടെ എല്ലാവരും ഒന്ന് തന്നെ അപാരമായ കാരുണ്യം കൊണ്ട് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും നമുക്ക് വന്നു ചേരുന്നത് ആ ഭഗവാന്റെ കാരുണ്യം തൊട്ടറിയണ രീതിയിലാണ്. ഇന്നിപ്പോൾ ഇവിടെ നാമജപത്തിന് വന്നിരിക്കാൻ സാധിക്കും എന്നൊരിക്കലും വിചാരിച്ചതല്ല, അതേ കാരണം കൊണ്ടും വിചാരിച്ചതല്ല. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് ഇവിടെ വന്നിരിക്കാൻ, ആ മുല്ലോർലിത്തേവരുടെ കാരുണ്യം കൊണ്ട് ഇവിടെ വന്നിരിക്കാനായിട്ട് സാധിച്ചു. ഭഗവാന്റെ അനുഗ്രഹമാണ്, വേറെ ഒന്നുമല്ല, ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാനോട് ചോദിച്ചാൽ, നമ്മുടെ മനസ്സറിഞ്ഞ് ചോദിച്ചാൽ ഭഗവാൻ തരാണ്ടിരിക്കില്ല, ഉറപ്പാ. പല കാര്യങ്ങളും നമുക്ക് അനുഭവമാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, വീട്ടിലെ വിവാഹം നിങ്ങളൊക്കെ പങ്കെടുത്തു, ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെ പാദത്തിലും ഞാൻ നമസ്കരിക്കുകയാണ്. കാരണം മഴയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഇടയിൽ കുടുംബത്തിലെ ഓരോരുത്തർക്ക് അവരുടേതായ പ്രാരാബ്ധങ്ങൾ അതും ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഇടയിൽ എല്ലാം മാറ്റി വെച്ചിട്ട് വരാൻ കാണിച്ച മനസ്സ്, വരാൻ കാണിച്ച മനസ്സെന്ന് മാത്രമല്ല, ആത്മാർത്ഥമായിട്ട് ആ സ്നേഹത്തോട് കൂടിയിട്ട് അത് വരണം എന്നുള്ള കൊതിയോട് കൂടിയിട്ട് വരിക. അങ്ങനെയുള്ളതാകുമ്പോൾ നമുക്ക് കൂടുതൽ നിങ്ങളുടെയൊക്കെ മുഖങ്ങൾ കണ്ടപ്പോഴേ തന്നെ എനിക്കത് മനസ്സിലായി. ഒരാളും ആ വലിയ കോരിച്ചൊരിയണം മഴ ബുദ്ധിമുട്ടിച്ചു, ഇവിടുന്ന് കയറുമ്പോഴും ബുദ്ധിമുട്ടിച്ചു, എന്നോട് ഞാൻ അറിഞ്ഞു, അത് അവിടെ ചെന്നപ്പോഴും ബുദ്ധിമുട്ടിച്ചു. പക്ഷെ ഒരാളുടെ മുഖത്തും ആ ബുദ്ധിമുട്ടിൻ്റെ യാതൊരു വിഷമങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ടായിരുന്നു. അവനവൻ്റെ കുട്ടിയുടെ വിവാഹത്തിന് എങ്ങനെയാണോ ഓരോരുത്തരും പങ്കെടുക്കുന്നത്, എല്ലാ വിഷമങ്ങളും അതുപോലെയായിരുന്നു. ഒരു വലിയ പാഠമാണ് ഈ വിവാഹം എനിക്ക് പഠിപ്പിച്ചു തന്നത് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും വലിയൊരു പാഠമാണ്. ആരാണ് ബന്ധു, ആരാണ് കൂടെ നിൽക്കണവർ, നമ്മളോട് ശരിക്കും ആത്മാർത്ഥ സ്നേഹമുള്ളവരെന്നൊക്കെ ആ ഭഗവാൻ കാണിച്ചു തന്നു. കാരണം നമ്മളൊക്കെ ഒരു ഗൃഹത്തിലൊരു വിവാഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോടൊക്കെ പറയുമ്പോൾ നമ്മളെന്താ പറയുക, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞോളൂട്ടോ, ഞങ്ങളെപ്പോഴും ഉണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് വീട്ടിലൊക്കെ വന്ന് അന്വേഷിച്ച് എന്താ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമുക്കൊക്കെ ഒരു പരിചയമുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അത്രയും കാര്യമായിട്ടാണ് നമ്മൾ വിചാരിക്കണേ. പക്ഷേ നമ്മുടെ കൃഷ്ണ കുടുംബത്തിലുള്ളവർ മാത്രമാണ് വീട്ടിലേക്ക് കയറി വന്നിട്ട് വിവാഹമായിട്ട് നമ്മുടെ അവിടേക്ക് വന്നവരുള്ളൂ, വേറൊരാളും. കാരണം ഈ വിവാഹം എന്ന് വെച്ചാൽ പെട്ടെന്ന് നടന്നൊരു വിവാഹമാണ്. അതുമാത്രമല്ല, ഞങ്ങൾ കുറച്ച് കാലം ബോംബെയിലൊക്കെ ആയിട്ട് 26-ാം തീയതി ഇങ്ങോട്ട് എത്തിയുള്ളൂ, ജൂണിൽ 10-ാം തീയതി കല്യാണം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുകൾ പലതും ഉണ്ടാവും, പല ന്യൂനതകളും ഉണ്ടാവും. എല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് ഒരു കല്യാണം, ഭഗവാന്റെ കല്യാണം പോലും അങ്ങനെയല്ല എന്ന് പറയണ മഹാത്മാക്കൾ ഭാഗവതമൊക്കെ പറയുമ്പോൾ പറയും, അതിലും കൂടിയും പല ന്യൂനതകളുടെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അത് അങ്ങനെയാണ്, ഭഗവാൻ കാണിച്ചു തരികയാണ് നമുക്ക്. പക്ഷെ ആരൊക്കെ നമ്മളോട് ചേർന്ന് നിൽക്കണമെന്നുള്ളത്, ആത്മാർത്ഥത ആർക്കൊക്കെ ഉണ്ടെന്നുള്ളത് ശരിക്കും തിരിച്ചറിഞ്ഞ് തൊട്ടറിഞ്ഞൊരു വിവാഹമായിരുന്നു അത് ശരിക്കും. പിന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആരില്ലെങ്കിലും ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഭഗവാൻ ചേർത്ത് പിടിച്ചത് അനുഭവിച്ചറിഞ്ഞൊരു കാര്യം കൂടിയായിരുന്നു. ഇവിടെ നമ്മൾ ഈ പന്തല്ലൂര് ഉള്ള നമ്മുടെ കൃഷ്ണ കുടുംബത്തിലുള്ളവരെ, അടുത്തുള്ളവരെയല്ലേ നമുക്ക് അങ്ങനെ ക്ഷണിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാവരോടും വരണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമല്ല. എന്നിട്ട് പോലും ഹർത്താൽ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് കുറച്ച് പേര് താലികെട്ടിൻ്റെ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ താലികെട്ടിൻ്റെ സമയത്ത് എത്തി, അത് ഹർത്താലിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വരാനൊക്കെ. എന്നിട്ട് പോലും അവർ വീട്ടുകാരോട് പറഞ്ഞ് സമ്മതം മേടിച്ചിട്ട്, അല്ല നമുക്കൊക്കെ വീട്ടുകാരോട് സമ്മതം മേടിക്കാൻ കുഴപ്പമില്ല, കാരണം നമ്മളൊക്കെ നിത്യം കാണുന്നവരാ. ഇതിപ്പോൾ യൂട്യൂബിൽ ഒരാൾ നാമം ചൊല്ലുന്നുണ്ട്, അവരെ വീട്ടിലേക്ക് കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വീട്ടുകാരിപ്പോൾ നമ്മൾ ചെന്നു നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരായാലും സമ്മതിക്കില്ല. അപ്പോൾ എൻ്റെ വീട്ടിലായാലും സമ്മതിക്കില്ല. പക്ഷേ അവർ അങ്ങനെ വന്നത്, ഞാൻ അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴായാലും എവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് നാമം ജപിക്കണം, അതെനിക്ക് കേൾക്കാൻ സാധിക്കും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ താലി കെട്ടാനായിട്ട് കയറി നിന്ന സമയത്തുണ്ട് ഹരേ രാമ നാമജപം കേൾക്കണു. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് പേര്, ഒരു 5-6 ആൾക്കാരുണ്ട് അവിടെ ഒരുമിച്ച് നിന്ന് ഹരേ രാമ നാമം ജപിക്കുന്നുണ്ട്.
അപ്പോൾ നാമം ജപിക്കണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ കൃഷ്ണ കുടുംബത്തിലുള്ളവരെ. ഞാനിങ്ങനെ നോക്കിയപ്പോൾ എന്നെ നോക്കി തൊഴുതു. എനിക്ക് അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും കിട്ടിയില്ല, സമയം കിട്ടിയില്ല. എന്നുവെച്ചാൽ ആ മണ്ഡപത്തിൻ്റെ മുകളിൽ കയറി നിൽക്കല്ലേ, ആ താലികെട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടെ ആരെയും കണ്ടില്ല. പക്ഷേ അവരുടെയൊക്കെ പാദത്തിൽ നമസ്കരിക്കുക തന്നെയാണ് വേണ്ടത്. കാരണം അവരിത്ര ദൂരെ നിന്ന് വന്ന് ഒന്നും പ്രതീക്ഷിക്കാണ്ട് അവിടെ വന്ന് നാമം ജപിച്ചിട്ട് അവർ ആരൊക്കെയാണ് വന്നതെന്ന് വന്നവർക്കേ അറിയുള്ളൂ. എനിക്ക് പലരുടെയും മുഖം പോലും പരിചയമുണ്ടായില്ല. 1-2 പേരെൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടു. ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അമ്മ, ഞങ്ങൾ നാമം ജപിച്ചിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഞങ്ങൾ കുറച്ച് പേര് വന്നു എന്ന് പറഞ്ഞു. അത് ഒരുപാട് സന്തോഷമായി. പിന്നെ പലപ്പോഴും തലേന്ന് ക്ഷണിക്കാൻ മറന്നിട്ട് തലേന്ന് വിളിച്ച് പറഞ്ഞവരുണ്ട്. അവർ പോലും ഇന്നലെ ഇത്ര ദിവസം ഉണ്ടായി അങ്ങനെയൊന്നും പറയാണ്ട് അവരും വന്നു. അപ്പോൾ അതൊക്കെ പിന്നെ നമുക്കറിയാം, നമ്മളെത്ര ദൂരെ ഗുരുവായൂർ, ഒരു വാഹനത്തിൻ്റെ സൗകര്യമില്ലാത്ത ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. പക്ഷെ നമ്മളുടെ അപ്പോഴത്തെ പരിസ്ഥിതിക്ക് അനുസരിച്ചിട്ട് അതിനെ ഏറ്റെടുത്ത് ഒരാളുണ്ടായില്ല. പക്ഷേ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു വാഹനം ഇടാൻ നമുക്ക് എന്തത്ര ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ വാഹനം നേരത്തിന് വരുമോ, അത് എടുക്കുമോ, അതൊന്നും നമുക്ക് അറിയാത്ത കാരണം കൊണ്ട് നമ്മളതിന് ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ട് വന്നു. എങ്കിലും അതൊന്നും ആർക്കൊരു വിഷയമായിരുന്നില്ല എന്നുള്ളത്, അവരൊക്കെ വന്നവർക്ക് ഒരു വിഷയമായിരുന്നില്ല. അപ്പോൾ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ, ആ സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്കത് ഒത്തുചേരാൻ സാധിക്കുന്ന ഗുരുവായൂരപ്പൻ കാണിച്ചു തന്നു. പിന്നെ ഏറ്റവും അത്ഭുതമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ താലി പൂജയുടെ കാര്യമാണ്. നമ്മൾ താലി പൂജിച്ച് മേടിക്കും കല്യാണത്തിന്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും താലി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പൂജിക്കുകയാണെങ്കിലും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ആ താലി കയ്യെ പിടിച്ച് നല്ലോണം പ്രാർത്ഥിച്ച് തൊഴുത് വലം വച്ച് വന്നിട്ട് രാധാറാണിയുടെ അതിലാണ്, അടുത്തരികത്ത് അമ്മയുടെ അതിലാണ് പൂജിക്കാൻ കൊടുക്കുക. കാരണം അമ്മയാണല്ലോ കുട്ടികളുടെ. അപ്പോൾ അത് 2 കാരണങ്ങളെ കൊണ്ട് അവിടെ പൂജിക്കുമ്പോൾ അവിടെ അത്ര തിരക്കില്ലാത്ത കാരണം കൊണ്ട് അവിടെ തിരുമേനി ഈ താലി അമ്മയുടെ കഴുത്തിൽ ചാർത്തും. അമ്മയുടെ കഴുത്തിൽ ഇങ്ങനെ വച്ചിട്ട് ചാർത്തിയിട്ട് പൂജിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് അത് പൂവോട് കൂടിയിട്ട് ഇങ്ങനെ തരും. അപ്പോൾ നമുക്കതൊരു വല്ലാത്ത അനുഭവം. അമ്മ ചാർത്തിയ താലിയല്ലേ. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ അപ്പോൾ ഇത്തവണയും ഞാനത് തന്നെയാണ് വിചാരിച്ചത്, അമ്മയുടെ അടുത്ത് താലി ചാർത്താൻ കൊടുത്തിട്ടാവാം. പക്ഷെ ഉള്ളിൽ കയറി എനിക്ക് തൊഴണം ഗുരുവായൂരപ്പന്. വേറെ പട്ടൊക്കെ നമ്മൾ വാങ്ങി കടയിൽ നിന്നൊക്കെ വാങ്ങി അവിടെ കൊണ്ട് സമർപ്പിക്കുന്നത് മനസ്സുകൊണ്ട് സമർപ്പിച്ച ഭഗവാൻ സ്വീകരിക്കും. വെച്ചാൽ ഉള്ളിലത് പ്രവേശിപ്പിക്കില്ല. അവിടെ ഒറിജിനൽ പട്ട് തന്നെ വേണം. അപ്പോൾ ഒറിജിനൽ പട്ട് അവിടെ ഒരു കടയിൽ കിട്ടും, അത് മാത്രമേ ഉള്ളിലേക്ക് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് അകത്ത് കൊണ്ട് കൊടുക്കുക ചെയ്യാം. പിന്നെ കുട്ടി അവിടെ അങ്ങനെ മേൽശാന്തിയുടെ അടുത്ത് കൊടുത്ത് ദക്ഷിണയൊക്കെ സമർപ്പിക്കുക ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിനൊരു ദക്ഷിണ സമർപ്പിക്കണം, ഒരു വസ്ത്രം സമർപ്പിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് കടക്കുക വേണം. അപ്പോൾ ഞാനിങ്ങനെ കുമാരേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കുമാരേട്ടനോടാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ കുമാരേട്ടൻ പറഞ്ഞു ഇപ്പോൾ ഭയങ്കര ഇതാണ്, ടോക്കൺ ഇടപാട് എന്തിനും കാർഡ് വേണം, ഐഡൻറ്റിറ്റി കാർഡ് വേണം. ഉള്ളിലേക്ക് കടക്കാനൊന്നും അങ്ങനെ പറ്റില്ല. ക്യൂ നിന്ന് കടക്കുക, അല്ലെങ്കിൽ പിന്നെ ഐഡൻറ്റിറ്റി കാർഡും അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാർഡൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടൊക്കെ ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ 1000 രൂപയുടെ നെയ്വിളക്ക് എടുക്കണം. ഇത് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കാക്കാം. അപ്പോൾ 1000 രൂപയുടെ നെയ്വിളക്കിനും നല്ല ക്യൂ ആണ്. അന്നത്തെ ദിവസം വല്ലാത്തൊരു ക്യൂ ആയിരുന്നു. ഏത് തലേ ദിവസം ഹർത്താലിൻ്റെ അന്ന് അവിടെ ഉണ്ടായ ജനങ്ങൾ മറ്റുള്ളേക്കാളും കൂടുതലായിരുന്നു എന്ന് പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദക്ഷിണയൊക്കെ കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. അതിൻ്റെ ഒരു ക്യൂവിൽ ഞാൻ കയറി പറ്റിയാൽ നേരത്തിന് അവിടെ എത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തലേന്നാണ് താലി പൂജിക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ കുമാരേട്ടൻ പറഞ്ഞു, സുദർശനമ്മയ്ക്ക് കുഴപ്പമില്ലല്ലോ, ഇടത്തരികത്തെ അമ്മയല്ലേ പൂജിക്കണേ, അപ്പോൾ പിന്നെ അമ്മയുടെ അടുത്ത് പൂജിച്ചാൽ മതി. അപ്പോൾ അതല്ല, എനിക്ക് ഉള്ളിൽ കടന്ന് തൊഴണം കുമാരേട്ട, ഭഗവാനോട് നമസ്കരിച്ച് മേൽശാന്തിക്ക് എന്തെങ്കിലും കൊടുക്കാൻ വെച്ചാൽ അത് ഗുരുവായൂരപ്പന് ഞാൻ നേരിട്ട് സമർപ്പിക്കണ പോലെ എൻ്റെ സങ്കല്പം. അങ്ങനെ ആലോചിച്ചിട്ട് ഇല്ല. അപ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, ഉള്ളിൽ കിടക്കാൻ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പ ഇന്ന് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ നിന്ന് തൊഴുതൊരു പ്രദക്ഷിണം വെച്ച് വന്നപ്പോൾ എൻ്റെ കൂടെ മൂത്ത മോൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കിയാലോ, നമുക്ക് താലി പൂജിക്കാനാണെന്ന് പറഞ്ഞ് ചോദിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കണ ഉണ്ടാവില്ല, അവരോട് ചോദിച്ചപ്പോൾ ഇതിന് കൂപ്പൺ എടുക്കണമെന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട്. അപ്പോൾ അതിന് താലി പൂജയ്ക്ക് ഷീട്ടാക്കണം, ഷീട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ചോദിച്ചു നോക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് കയറിയപ്പോൾ കയറി ചെന്നിട്ട് എന്നോട് ചോദിച്ചു ഐഡൻറ്റിറ്റി കാർഡ് വല്ലതും ഉണ്ടോ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറഞ്ഞു. ഞാനങ്ങോട്ട് നീങ്ങി നിൽക്കാനല്ലേ പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. എന്നാൽ മാറിയിരിക്കുമെന്ന് പറഞ്ഞത് അവരെന്താ വെച്ചാൽ എന്നാൽ മാറും, അടുത്ത ആൾ വരട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഒന്നുമില്ല. ഞാനവിടെ മാറി നിന്നു. ബാക്കി വന്നവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനവിടെ നിൽക്കുന്നുണ്ട്. എത്ര ആളുണ്ടെന്ന് ചോദിച്ചു അപ്പം എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മാത്രം ഇത് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ, മോള് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ. അപ്പോൾ അവളും പറഞ്ഞു അമ്മ പറ്റുകയാണെങ്കിൽ അമ്മ കയറി ചെയ്തോളൂ എന്നുള്ളത്. അപ്പം ഞാൻ പിന്നെ ആലോചിച്ചു ആരെങ്കിലും കയ്യിൽ കൊടുത്തേൽപ്പിച്ചാലോ എന്ന് ആലോചിച്ച സമയത്ത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കോളൂ താഴത്തേക്ക് തന്നെ ഇറങ്ങി. പിന്നെ എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് പോന്നു. ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോൾ മുകളിൽ ഇരുന്നിട്ട് വിളിച്ചോണ്ട് ഇവരെ അങ്ങോട്ട് കടത്തി വിട്ടോളൂന്നു. ഞങ്ങളുടെ ഇറങ്ങി പോന്നപ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ്, അദ്ദേഹം വിളിച്ച് പറയുകയാണ് അവിടെ നിൽക്കണ താഴെ നിൽക്കണ അവിടെ അദ്ദേഹം ഭഗവാന്റെ സാരഥിയോട് ആ കാവൽക്കാരനോട് വിളിച്ച് പറയാണ് ഇവരെ അങ്ങോട്ട് കടന്നിട്ട് നേരെ കൊടിമരത്തിൻ്റെ വാതില തുറന്ന് അങ്ങോട്ട് കടത്തി വിട്ടു. അപ്പോൾ അത് ശരിക്കും ആ ഒരു നിമിഷത്തിൽ അത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിട്ട് പറഞ്ഞ ഗുരുവായൂരപ്പനാണ്. അതെനിക്ക് അത്രയും ഉറപ്പാണ്. അപ്പോൾ കാരണം ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. നമ്മളത്രയും വേണ്ടപ്പെട്ട പലരിൽ നിന്നും ഒരു വിഷമം ഉണ്ടായിരുന്നപ്പോൾ അതെനിക്ക് സങ്കടമായി. കാരണം നെഞ്ഞോട് ചേർത്ത് പിടിച്ചവരുടെ അടുത്ത് നിന്ന് പല വാക്കുകൾ കേൾക്കേണ്ടി വന്നു. എനിക്ക് അതൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ഗുരുവായൂരപ്പൻ ചോദിച്ചതിനോട് എന്തിനാ വിഷമിക്കണേ, ഞാനില്ലേ കൂടെ എന്ന് ഭഗവാൻ പറഞ്ഞ അതേ അനുഭവം അതിങ്ങനെ അനുഭവിച്ചു. അതാണ് എനിക്ക് കിട്ടിയത്. എത്രയോ അകലേന്ന് ഓരോരുത്തരും അതിപ്പോൾ എൻ്റെ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേച്ചിയുടെ മോള്, അതായത് നളിനി ചേച്ചി ഇവിടെ വരാറുണ്ട്. അമ്മാവൻ്റെ മോള്, അവരുടെ മകള് ബാംഗ്ലൂരാണ്. കല്യാണത്തിന് വേണ്ടി നാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ആളുടെ ഹസ്ബൻഡിന് വയ്യാണ്ടായിട്ട് ബാക്ക് പെയിൻ വന്നിട്ട് കോട്ടയത്തേക്ക് പോയതായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു ദിവസം ബസ് സമരം ആയിരുന്നു, പ്രൈവറ്റ് ബസ് സമരം. ഒരു ദിവസം ഹർത്താൽ, അവൾക്ക് വരാൻ പറ്റില്ല. അവൾ അവിടുന്ന് ഇവിടെ വന്നിട്ട് വരാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പാവം അത് ഒറ്റയ്ക്ക് തന്നെ വിളിച്ചാകുമ്പോൾ കല്യാണത്തിൻ്റെ അന്ന് 3 മണിക്ക് കഴിഞ്ഞിട്ട് ട്രെയിനൊക്കെ തിരക്കി പിടിച്ചിട്ട് ബസ്സോ എന്തൊക്കെയോ എന്താണെന്ന് എനിക്കറിയില്ല കണ്ടുപിടിച്ച് വന്ന് ആ സമയത്തിന് മുമ്പ് ഓടി വന്നാൽ എന്നോട് ചേച്ചി ഞാൻ എത്തി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോഴുണ്ടല്ലോ എത്ര ദൂരെ നിന്നാണ്. അതുപോലെ ചെന്നൈയിൽ നിന്ന് വന്നവർ, അവരെത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. പലരും അതെ അങ്ങനെ നമ്മളത്ര ഗൗരവത്തിലെടുക്കാത്ത ബന്ധങ്ങൾ വരെ ഒരു വാക്കിൻ്റെ വെളിയിൽ ഹൈദരാബാദിൽ നിന്നൊക്കെ വന്നവരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുക അത് വാക്ക് പറഞ്ഞുള്ളൂ, വിവാഹമാണ് എന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ വരണം എന്നും കൂടി പറഞ്ഞില്ല. മകൻ്റെ വിവാഹമാണ് എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞുള്ളൂ. മകൻ്റെ വിവാഹമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ അങ്ങനെ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് വരണവരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഭഗവാൻ കാണിച്ചു തരാണ് ഈ ഒരു വിവാഹം. അത്രയും ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു. ആ ഭഗവാന്റെ അതുപോലെ അന്ന് അവിടെ സന്നിഹിതരായിട്ടുള്ളവർ, അത് നമ്മുടെ ഏറ്റവും വലിയ ആൾ വിദ്യാധരൻ മാഷാണ്. അപ്പോൾ മാഷാണ് ഒരു പാട്ട്, എൻ്റെ ഒരു പാട്ട് മാഷ് ട്യൂൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മാഷെ പരിചയമുണ്ട്. അപ്പം മാഷെ പരിചയപ്പെട്ട അത് വേറൊരു വ്യക്തി, ജിമോദ് എന്നിട്ടൊരു വ്യക്തി മുഖാന്തരമാണ്. അദ്ദേഹമാണ് ആ പാട്ട് ചെയ്തത്. അപ്പോൾ എന്നോട് ചോദിച്ചു വിദ്യാധരൻ മാഷെ വിളിക്കില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനൊന്നും ബുദ്ധിമുട്ടിക്കണ്ട, അദ്ദേഹം അത്ര വലിയ തിരക്കുള്ള ആളല്ലേ. ഇതെന്നെ നിർബന്ധിച്ചിട്ട് വിവാഹത്തിൻ്റെ തലേന്ന് ഞാൻ ഫോൺ വിളിച്ചേ, ഞാൻ വരും എന്ന് പറഞ്ഞു. ഫസ്റ്റ് എത്തിയത് അദ്ദേഹമാണ്. അതുപോലെ നമ്മുടെ ആ പ്രശാന്ത് ശർമാജി, അദ്ദേഹത്തിന് അതെ ഞാൻ ഫോൺ വിളിച്ച് വിവരം പറഞ്ഞുള്ളൂ മകൻ്റെ കല്യാണം ഉണ്ടെന്ന്. അവരൊക്കെ വന്ന് അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്നേഹത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ, അല്ലാണ്ട് ബാക്കിയൊന്നിനും സ്ഥാനമില്ല. നമ്മുടെ ബന്ധുക്കളിലും ഉണ്ട് ഈ പറഞ്ഞോണം തന്നെ. അകലേന്ന് വന്ന് ഞങ്ങൾ വണ്ടിയിലിരുന്ന് നടക്കുമ്പോൾ ഞങ്ങളുടെ അനിയൻ ഒരാൾ, അപ്പോൾ നല്ല പൊസിഷനിൽ നല്ല വണ്ടി, ഞാൻ നോക്കുമ്പോൾ ചെളി വെള്ളത്തിൽ കൂടെ നടന്നു വരും. അപ്പോൾ ഞാൻ ഈശ്വര അതേ അവർ നടന്നു പോകണ പോലെ ഞങ്ങളെ ഒന്നും നോക്കണ്ട, നിങ്ങൾ പൊക്കോളെ ഞങ്ങളങ്ങോട്ട് എത്തും എന്ന് പറഞ്ഞ് തലേന്ന് തന്നെ ആ ഹർത്താലൊക്കെ അവഗണിച്ചിട്ട് വണ്ടിയിൽ കോയമ്പത്തൂരിൽ നിന്ന് എത്തി അനിയൻ. അപ്പം അങ്ങനെയുണ്ട് എല്ലാവരും. അപ്പം വേണം നമ്മളോടുള്ള ആ ഒരു എല്ലാവരും വന്നു ചേർന്ന എല്ലാവരും അങ്ങനെ വന്നു ചേർന്നവർ. അവിടെ വന്നു ചേർന്ന ഓരോരുത്തരും അതെ ആത്മാർത്ഥമായിട്ട് അങ്ങനെ എത്തിപ്പെട്ടവരാണ്. അപ്പോൾ അതൊക്കെ വളരെ വളരെ സന്തോഷം ഉണ്ട്. നമ്മുടെ സുനിലയുടെ ഹസ്ബൻഡിനെ വിളിക്കാൻ ഞാൻ മറന്നുപോയി.
കാരണം അദ്ദേഹം നാട്ടിലുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. തലേന്നാണ് വിളിച്ച് പറഞ്ഞത്. അദ്ദേഹം വന്നു. അപ്പം നമുക്ക് എല്ലാവരും നമ്മളുടെ അതൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ലാണ്ട് അത് ഒരുപാട് 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 സന്തോഷം. എല്ലാവരുടെയും പാദത്തിൽ നമസ്കരിക്കുകയാണ്. ആ ഭഗവാന്റെ അപാരമായിട്ടുള്ള കാരുണ്യമാണ് അതിപ്പോൾ ഞാനിവിടെ ഒന്നും പങ്കുവയ്ക്കാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന, ഒരുപാട് പേര് വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മനോഹരമായിട്ട് മംഗളമായിട്ട് വിവാഹം നടന്നു എന്നുള്ളതാണ്. വിചാരിച്ചേക്കാളും ഗംഭീരമായിട്ട്. മഴയൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ നമുക്ക് വിവാഹത്തിന് അതൊരു ബുദ്ധിമുട്ടിച്ചേ ഇല്ല. അപ്പോൾ അതൊക്കെയാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ വന്ന് പെട്ടതൊക്കെ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ. മനസ്സിന് സങ്കടം ഉണ്ടായതായാലും മനസ്സിന് ആ സങ്കടം ഉണ്ടായപ്പോഴാണ് അല്ലേ നമുക്കൊന്ന് കണ്ണ് നിറയുമ്പോഴാണ് എന്തിനാ കരയണേന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ളവരൊന്ന് ചേർത്ത് പിടിക്കുക. അപ്പോൾ കണ്ണ് നിറയിച്ചത് ഭഗവാൻ തന്നെയാണ് അത് കാണിച്ചു തന്നത്. അത്രയും ആ വിവാഹ തലേന്ന് ഞാൻ അങ്ങനെ നെഞ്ഞ് പൊട്ടിയിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഓടിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗുരുവായൂരപ്പൻ ഒന്നുമില്ല, ഞാൻ ഉണ്ട് കൂടെ, ആരില്ലെങ്കിലും ഞാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ആ ഗുരുവായൂരപ്പൻ്റെ പ്രതിനിധികളായിട്ട് അവിടെ വന്നു ചേർന്ന ഓരോരുത്തരും ഗുരുവായൂരപ്പൻ്റെ പ്രതിനിധികളായിട്ട് വന്ന ഓരോരുത്തരും സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ ചിലതൊക്കെ ഞാൻ എടുത്തു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ അത്രയും ഇതൊക്കെ സഹിച്ചിട്ടും അങ്ങോട്ട് എത്തിപ്പെട്ടവർ തന്നെയാണ്. അതൊക്കെ ഭഗവാന്റെ കാരുണ്യമാണ്. ആ കാരുണ്യത്തിന് മുമ്പിൽ നമസ്കരിക്കല്ലാണ്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ നാമം ജപിക്കാൻ സാധിച്ചു എന്ന് വെച്ചാൽ ധാരാളം നാമം ജപിക്കാൻ സാധിച്ചു, ജപമാല ജപിക്കാൻ. എന്നാലും സത്സംഗങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും എനിക്ക് തോന്നണേ ഇങ്ങനൊരു ഘട്ടത്തിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ നാമം ജപിപ്പിക്കാൻ വേണ്ടി നീക്കി നിർത്തിയതാണ് എൻ്റെ ഇപ്പോഴത്തെ അനുഭവം കൊണ്ട് തോന്നണേ. അപ്പോൾ എല്ലാവരുടെ പാദത്തിലും പിന്നെ അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ. അപ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാണ്ടായാലും അവരുടെ വാക്കുകൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതും ഒരു പാഠമായല്ലോ. അപ്പോൾ അവരൊക്കെ ഗുരുനാഥൻ്റെ തുല്യം തന്നെയാണ്. അവരോടും എനിക്ക് സങ്കടമൊന്നുമില്ല, കാരണം അവരാണ് ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ചത്. അപ്പോൾ അവരുടെ പാദത്തിലും ഗുരുനാഥൻ്റെ രൂപത്തിൽ ഞാൻ നമസ്കരിക്കുക. കാരണം അത്രയും അത് ഒരു ഗുരുനാഥനാണ്. അല്ലെങ്കിൽ ഇങ്ങനെ, കാരണം ചിലപ്പോൾ അത് അവരുടെ ഉള്ളിലിരുന്ന് പറഞ്ഞതും ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഇങ്ങനെയായാലും അങ്ങനെയായാലും എങ്ങനെയായാലും ഞാൻ കൂടെ ഉണ്ടെന്ന് ഗുരുവായൂരപ്പൻ കാണിച്ചു തന്നു. ആ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ, ഓരോരുത്തരുടെയും പാദത്തിൽ സന്തോഷത്തോട് പറഞ്ഞവരുടെയും സങ്കടത്തോട് പറഞ്ഞവരുടെയും പരിഭവം പറഞ്ഞവരുടെയും എല്ലാവരുടെയും പാദത്തിൽ ഞാൻ നമസ്കരിക്കുക. കാരണം അതൊക്കെ ഭഗവാൻ തന്നെയാണ്. എല്ലാവരും ഈശ്വരനാണ്. എല്ലാവരെയും കാണുകയാണല്ലേ. പല വിധത്തിലുള്ള ബഹുജനം പല വിധം എന്നാണ്. ഓരോരുത്തരുടെ മനോനിലയ്ക്ക് അനുസരിച്ചിട്ട് അവർ പെരുമാറണം. അപ്പോൾ അതാണ് എന്നുള്ളൊരു സത്യം. കുറേ സത്യങ്ങൾ ഭഗവാൻ കുറേ അനുഭവങ്ങളിലൂടെ ഒരുപാട് സന്തോഷമായിട്ടാണ് ഞാൻ ഇരിക്കണേ. അപ്പോൾ കാരണം ചില കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വരും ഭഗവാന്റെ ഓരോ കഥകൾ. സെമന്തകമണിയുടെ സമയം വരുമ്പോൾ ആ സെമന്തകമണി മോഷ്ടിച്ച കഥ അതെല്ലാവർക്കും അറിയാം. സെമന്തകം അല്ലേ ഭഗവാൻ. ആ സെമന്തകം എന്ന് പറഞ്ഞാൽ ആ പൂജ ചെയ്യും തോറും 108 ഭാരം സ്വർണം ഒരു ദിവസം കിട്ടും. സത്രാജിത്താണ് സൂര്യഭഗവാനെ പൂജിച്ചിട്ട് സത്രാജിത്ത് നേടിയതാണ് സെമന്തകമണി. ഭാഗവതത്തിലുള്ള കഥയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ അനുസ്മരിക്കാം ഭഗവാന്റെ മുമ്പിൽ. അപ്പോൾ ആ സെമന്തകമണി നേടിയിട്ട് ആ 108 ഭാരം സ്വർണം അതിൻ്റെ ഒരു ഇത് ഞാൻ നേടേണ്ട, ഞാനാണ് ഏറ്റവും വലിയ ആൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സത്രാജിത്ത് ആ സെമന്തകമണി കൊണ്ടുവന്ന് കൃഷ്ണനെ കാണിക്കുകയാണ്. അതായത് നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രതീകമാണ്. നമുക്ക് എന്തെങ്കിലും ഐശ്വര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ആ ഭഗവാനുള്ള സമർപ്പണമായിട്ടല്ല, നമ്മുടെ ഐശ്വര്യം എല്ലാവരും കാണട്ടെ എന്നുള്ള നിലയ്ക്ക് പ്രകടമാക്കിയിട്ട് പലതും കൊണ്ടുവന്ന് ചെയ്യണവരുണ്ട്. അപ്പോൾ ഭഗവാൻ പറയും, ഇത് ഭഗവാൻ അറിയാം ഇത് അപകടത്തിലേക്കുള്ള പോക്കാണ്, അതുകൊണ്ട് ഇത് ഇവിടെ സൂക്ഷിക്കാം എന്നുള്ള. കാരണം ധനം ഉണ്ടാവും തോറും ഒരു പരിധി വിട്ടിട്ട് ധനം ഉണ്ടാവും തോറും അതൊന്ന് ബുദ്ധിമുട്ടായിട്ട് തീരുള്ളൂ. അപ്പോൾ അത് ഭഗവാൻ പറയും ഇവിടെ സൂക്ഷിക്കാം, അതിൽ നിന്നുണ്ടാവണ ആ ധനം കാര്യങ്ങളൊക്കെ തരാം, പക്ഷേ ഈ മണി ഇവിടെ സൂക്ഷിക്കാമെന്ന് പറയും. അപ്പോൾ ഇത് ഭഗവാൻ ഈ മണി തട്ടിയെടുക്കാനുള്ള സൂത്രമാണെന്നാണ് സത്രാജിത്ത് വിചാരിക്കണേ. എന്നിട്ട് വേഗം അത് വേണ്ട, എനിക്ക് പൂജിച്ച് നേടാൻ പറ്റും, എനിക്ക് സൂക്ഷിക്കാനും എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ദിവസവും പൂജ ചെയ്ത് വേണ്ട വിധത്തിൽ പൂജ ചെയ്ത് 108 ഭാരം സ്വർണം അങ്ങേ ഏൽപ്പിച്ചേക്കാം, പക്ഷേ ഈ മണി ഇവിടെ ഇരിക്കട്ടെ എന്ന്, കാരണം അപകടം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട്. അത് സമ്മതിക്കാണ്ട് പോവുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനിയൻ ഒരു ദിവസം പറഞ്ഞു,
ഏട്ടാ എനിക്ക് ഈ മണി ഒന്ന് കൈ തരണം എന്ന് പറഞ്ഞു, ഏട്ടനും അനിയനും കൂടിയിട്ട്. അപ്പോൾ ഏട്ടൻ ഭഗവാൻ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അത് അനിയൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനിയന് അല്ലെങ്കിൽ പിന്നെ അത് ഇതാവൂല, അനിയന് കൊടുത്തു. അനിയൻ അത് എത്രയോ പൂജിക്കേണ്ട സാധനം. അതാ പറയുന്നത്, നമുക്ക് കിട്ടുന്ന അതിനെ വിലയില്ലാണ്ട് കാണിക്കുകയാണ്. നമുക്കിപ്പോൾ എന്തുണ്ടെങ്കിലും ഏത് വിധത്തിൽ നമുക്കൊരു പൈസ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതൊക്കെ ഈശ്വരാനുഗ്രഹം എന്ന് അറിയണം. നമ്മുടെ ആ സമ്മതി അതിന് കഴുത്തിലൊരു ചട്ടിയിൽ കോർത്ത് കഴുത്തിൽ കെട്ടിയിട്ടിട്ട് നായാട്ടിന് പോയി. ആലോചിച്ച് നോക്കൂ ചെയ്യുന്ന പ്രവൃത്തി. നമ്മളെപ്പോഴും അതാണ്, നമുക്ക് വന്നു ചേരുന്നതിനെ നമ്മൾ വേണ്ട വിധത്തിലല്ല പ്രയോഗിക്കണേന്ന് വിചാരിച്ചാൽ അത് വന്നു ചേരുന്നതാണ്. എന്നിട്ട് നായാട്ടിന് പോയിട്ട് ആ കഴുത്തിൽ തിളങ്ങണ ആ രത്നത്തിനെ കണ്ടിട്ട് ഒരു സിംഹം ആക്രമിച്ച് കൊന്നിട്ട് ഈ രത്നം അതെന്താണെന്ന് അതിനെ അറിയണില്ല. അതിന് ഭയപ്പെട്ടിട്ടാവാം ഒരു പക്ഷേ അതിനെ ഉപദ്രവിക്കാൻ, എന്താണെന്ന് അറിയില്ല. അതിന് അധികം ഇവർ ഈ വിശന്നാലും ഭയപ്പെട്ടാലും മാത്രമേ മൃഗങ്ങൾ. അപ്പോൾ സിംഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് പെട്ടു എന്ന് വിചാരിക്കുക. ആ സിംഹത്തിൻ്റെ വിശപ്പൊക്കെ മാറിയിട്ടൊക്കെ ഇരിക്കണേ എന്നുണ്ടെങ്കിൽ നമ്മൾ അപകടകാരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മളെ ഒന്നും ചെയ്യില്ല എന്നൊക്കെയാണ് പറയണത്. അത് ഏത് മൃഗമായാലും സിംഹമായാലും കഴുതായാലും വിശന്നിരിക്കുമ്പോഴേ ഉപദ്രവിക്കുള്ളൂ. നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ഇതിനു വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കണം. മൃഗങ്ങളങ്ങനെ ദ്രോഹിക്കൊന്നുമില്ല. ഇത് നമ്മൾ പറയും മൃഗീയ സ്വഭാവമാണ് മനുഷ്യന്. മൃഗങ്ങൾക്ക് പറയാനറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മളെ ആക്രമിക്കും. മനുഷ്യൻ്റെ കൊടും ക്രൂരത പോലെ ഒരു ജന്തുവിനും ഇല്ല മനുഷ്യനെ പോലെ ക്രൂരത. അങ്ങനെ അതുകൊണ്ട് കടിച്ച് കൊണ്ടുപോകണു. അത് കടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അതിനെ വധിച്ചിട്ട് ജാമ്പുവാന് കിട്ടണു. അത് ജാമ്പുവാൻ്റെ നേരെ ജാമ്പുവാൻ അതിനെടുത്തിട്ട് സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് അതിന് എടുത്തിട്ട് എന്ത് ചെയ്യും, തൻ്റെ കുട്ടികൾക്ക് കളിക്കാനിട്ട് കൊടുക്കും. എത്രയോ ആ ഒരു സാധനം ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് അത് ആ ഗുഹയിലിട്ട് കളിക്കുന്നു. ആ സമയത്താണ് ഇവിടെ നായാട്ടിന് പോയ പ്രസേനനെ കാണാനില്ല എന്നൊന്ന് അന്വേഷിക്കുമ്പോൾ പ്രസേനനും കുതിരയൊക്കെ ചത്ത് കിടക്കണം. എങ്ങനെയാണെന്നൊന്നും അന്വേഷിക്കില്ലല്ലോ. മനുഷ്യന്മാരങ്ങനെയാണ്. അത്രയും അതാണ് ഇതൊക്കെ ഇതിലൊരു അനുഭവം. അത്രയും കാലം ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തു കൊടുത്തതിനെ മുഴുവനും സ്വീകരിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ വാഴ്ത്തിപ്പാടി ശ്രീകൃഷ്ണ ഭഗവാന്റെ പിന്നാലെ നടന്ന് ജനങ്ങളൊക്കെ പരസ്പരം പറയാൻ തുടങ്ങി പ്രസാനനെ. അപ്പോൾ ഇത് പ്രസേനനെ കൊന്നവനാരുതാൻ പോൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലേ. പ്രസേനനെ കൊന്നവൻ ഈശ്വരൻ താൻ അധോ നമുക്കും പരമാർത്ഥമിപ്പോൾ. അപ്പോൾ ഇതാണോ സത്യമാണോ? ഞാൻ പരസ്പരം പറയാണ്. എന്താ ഞാനാണ് എന്നോട് കണ്ണു രണ്ടാണ് അന്യാദശന്മാർക്ക് അറിയിക്കില്ല. ഞാൻ എൻ്റെ കണ്ണ് പൊട്ടിയാലും ഒരാളോട് പറയില്ല. എന്താ സത്യം പറയും? അങ്ങനെയല്ല, കേട്ടതാണ്. എന്നാലും ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞ കാര്യമാണ് പറയണേന്നുകൊണ്ട് പറയും. ഇതിനെ ആ ശ്രീകൃഷ്ണ ഭഗവാനാണ് കൊന്നത്. എന്നിട്ട് ആ മണി പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സത്രാജിത്തിനോട് കൊടുത്തില്ല. തക്കം കിട്ടിയപ്പോൾ കൊന്ന് കൈക്കലാക്കിയതാ. മണി ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിലുണ്ട്. അപ്പോൾ അപ്പോഴേക്കും ആൾക്കാർ ഒരാൾ കണ്ടു എന്ന് വരെ അത് കണ്ടതാന്ന് വരെ പറഞ്ഞുണ്ടാക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ കാണാണ്ടായിട്ട് ആളെ ഞാൻ ബോംബെയിൽ വെച്ച് കണ്ടതാണ്, ഇന്നതുപോലെയാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ ലക്ഷണമൊക്കെ കഴിഞ്ഞ ആളെ എവിടെയും പോയിട്ടായില്ലേ, പാലക്കാടായിരുന്നു. പാലക്കാട് ഉണ്ട് ആൾ. ആ ആളെ കണ്ടു, അവരോട് സംസാരിച്ചു എന്ന് വരെ പറഞ്ഞു. ബോംബെ എന്നുള്ള നഗരെ കണ്ടിട്ടില്ല ആള്, പാലക്കാടുണ്ട്. അപ്പം അത് കണ്ടിട്ട് ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെയാണ് ആൾക്കാർ. കണ്ടു, ഭഗവാൻ മണിയും കൊണ്ട് പോണ കണ്ടു, ആ രത്നത്തിൻ്റെ പ്രഭ കണ്ടു എന്ന് വരെ പറഞ്ഞുണ്ടാക്കിയവരുണ്ട്. അങ്ങനെ ആ ഭഗവാനെ പറ്റിയ അപവാദം ഒരുത്തനുണ്ടാക്കിയ ദുഷ്പ്രഭാതം പരത്തുവാൻ ആളുകളുണ്ട സഖ്യം എന്നുണ്ട്. ഒരാൾ പറഞ്ഞുണ്ടാക്കിയാൽ അത് പറയാൻ നീ അറിഞ്ഞോ പറയില്ല. അതുകൊണ്ട് എല്ലാവരുടെ ചെവിയിൽ എന്തായി, ശ്രീകൃഷ്ണ ഭഗവാൻ ശമന്തകം കട്ടുകൊണ്ടായി. പിന്നെ ഭഗവാന് വഴിക്കൂടെ ഇറങ്ങി നടക്കാൻ വയ്യ. കൊച്ചു കുട്ടികൾ വരെ ഭഗവാനെ ആക്ഷേപിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. കുട്ടികളൊക്കെ മുറ്റത്ത് നിന്നിങ്ങനെ കളിക്കുമ്പോഴേ ശ്രീകൃഷ്ണ ഭഗവാൻ ഇറങ്ങി വന്ന് ഇതിൽ വരുമ്പോൾ അവരെല്ലാവരും അരയിലും ഓടിക്കോ കട്ടുണ്ട്, ഇതേ കള്ളം വരുന്നുണ്ട് എന്നിട്ടാണ് ഓടണേ.
അതൊക്കെ കാണുമ്പോൾ ഉദ്ധവർക്ക് സങ്കടമാവുക. ഉദ്ധവർ അത്രയും, കാരണം അതുവരെ ഒരാൾക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് കേട്ടത് സത്യമാണോ ശരിയാണോ, അങ്ങനെ ഒരാളെ പറ്റി അപവാദം പറഞ്ഞാൽ അതെന്താണ്, അതിൻ്റെ യഥാർത്ഥം എന്താണെന്നൊന്നും അന്വേഷിക്കാൻ പോലും ഒരാളുണ്ടായില്ല. കേട്ടവർ കർണേ ജപൻ ചെവിയിൽ പറഞ്ഞ് നാട് മുഴുവനായി. കൊച്ചു കുട്ടികൾ വരെ വീട്ടിൽ വെച്ചിട്ട് ഇതല്ലേ ചർച്ച. അപ്പം പിന്നെ കുട്ടികൾക്ക് പേടിയില്ലാണ്ടിരിക്കുമോ? അവർ വരെ പറയാൻ തുടങ്ങിയപ്പോൾ ഇതെന്താ, ഉദ്ധവർക്ക് സങ്കടമായി ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ഉദ്ധവരോട് പറയും, എത്രയോ പേര് നമ്മൾ ഇവിടെ വന്നൊന്ന് സ്തുതിച്ച് പാടി, ശരിക്കും ഈ സ്തുതിച്ച് പാടിയവർ തന്നെയാണ് നിന്ദിക്കണതേ. അപ്പം അതാണ്, ഒരു ചെറിയ കാര്യം തെറ്റ് വന്നാൽ മതി, ബാക്കിയൊക്കെ ശരിയായാലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ ഏറ്റവും വലുതാക്കി അതുവരെ ചെയ്ത നന്മകളെ മുഴുവൻ ഇല്ലാണ്ടാക്കണ ഒരു ഭാവം. അത് നമ്മളെപ്പോഴും ചുറ്റും കാണുന്നതാണ്. അപ്പോൾ ഉദ്ധവർക്ക് സങ്കടമായി, ഇതെന്താ ചെയ്യേണ്ടത്. ശരിക്കും എന്താ ഉണ്ടായത്, അത് ആ സത്രാജിത്താണ്. സത്രാജിത്തിനെ സിംഹമാണ് കൊന്നത്, എന്താണെന്ന് അറിയണ്ടേ. അങ്ങനെ ഭഗവാൻ കുറച്ച് പേര് കൂടിയിട്ട്, അതായത് ഈ ഭഗവാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഭഗവാന്റെ കൂട്ടത്തിലുള്ളവരെ തിരഞ്ഞെടുക്കില്ല. കാരണം അപ്പോൾ പറയാം, അവരൊക്കെ കൂടിയിട്ട് അവിടെ പോയിട്ട് കളവ് പറഞ്ഞുണ്ടാക്കിയതാണ്. ആ ഏറ്റവും ശത്രുക്കളായവരെ ആരാണോ, ഏറ്റവും കൂടുതൽ ഇതിനെ പറഞ്ഞു നടക്കുന്നത് ആരാണോ, അത് ഭഗവാൻ അറിയാം. അവരോടൊക്കെ കൂടെ വരാൻ പറഞ്ഞു, എന്നാലല്ലേ ശരിക്കും ബോധ്യമാവുള്ളൂ. എന്നിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ ആദ്യം സിംഹത്തിനെ കണ്ടു, ആദ്യം പ്രസേനനെ കണ്ടു, പിന്നെ സിംഹത്തിനെ കണ്ടു. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഒരു കാലടി, കുരങ്ങൻ്റെ കാലടിയാണ് പോയേക്കണത്. അത് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കുട്ടികൾ എതിർത്ത് കളിക്കണം. അപ്പോൾ അപരിചിതനെ കണ്ടപ്പോൾ കുട്ടികൾ കരയും. അപ്പോൾ ആരോ ഉപദ്രവിക്കാൻ വന്നതാണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നിട്ട് ജാമ്പുവാനും ഭഗവാനും തമ്മിൽ അതിമനോഹരമായിട്ട് ഒരു യുദ്ധമുണ്ട്, പറയാണ്ട് വയ്യ. അത് ശ്രീരാമാവതാര കാലത്ത് ശ്രീരാമൻ്റെ ശൗര്യം കണ്ടപ്പോൾ അന്ന് അദ്ദേഹത്തിന് നല്ല കരുത്തുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇദ്ദേഹത്തിനോടൊക്കെയാണൊന്ന് യുദ്ധം ചെയ്യാൻ പറ്റിയെന്ന് കൊതിച്ചു പോയിത്രേ ഭഗവാന്റെ അത് കണ്ടിട്ട്. അപ്പോൾ ഭഗവാനോട് എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും പറയും, ഭഗവാൻ വരട്ടെ നേരെയാക്കി തരാമെന്ന്. അപ്പോൾ കൃഷ്ണാവതാര കാലത്ത് വന്നു, മുന്നിൽ വന്ന് നിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടങ്ങി. ഭഗവാൻ ആദ്യമൊക്കെ ഇങ്ങനെ അതിനനുസരിച്ച് നിന്ന് കൊടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ യുദ്ധം നടക്കണു. പുറത്തുള്ളവരൊക്കെ തിരിച്ചു പോയി, എന്താ ഉണ്ടായെന്നൊന്നും മനസ്സിലാവാണ്ട്. അവിടെ യുദ്ധം നടക്കണതിൻ്റെ ഇടയ്ക്ക് യുദ്ധമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഒരു അടി കൊടുത്തപ്പോൾ ജാമ്പുവാൻ അവിടെ വീണു. അപ്പോൾ ഇതെന്താ, ജാമ്പുവാൻ എങ്ങനെയാണ് ചെയ്യണേ, ഓരോ തവണയും ശ്രീരാമജയം എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന് രാമനാമം ജപിച്ചിട്ട് ചെയ്താൽ അവിടെ ഒരു തോൽവിയില്ല, ഉറപ്പാണ്. ആ രാമനാമം ജപിക്കണവരെ തോൽപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനല്ലാണ്ട് തന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഉറപ്പ്. പക്ഷെ നമുക്ക് ആ ഉറപ്പില്ലാനും മറ്റുള്ളവരൊക്കെ നമ്മളെപ്പോൾ തോൽപ്പിക്കുകയോ അങ്ങനെയാണല്ലോ. അത് അങ്ങനെയല്ല, ഭഗവാനല്ലാതെ കണ്ട് ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് ജാമ്പുവാൻ്റെ. ഇടി കൊണ്ട് വീണപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പ്രഹരം പോലെ ഉണ്ട്. ഇതാരാണ്, അല്ലാണ്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അല്ലാണ്ട് ആർക്കും തന്നെ. അത് അദ്ദേഹം കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കണ്ണ് തുറക്കാനൊന്നും പറ്റണില്ല, വയ്യാണ്ട്. രണ്ട് കൈകളെ കൊണ്ടും കണ്ണിൽ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയൊന്ന് നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കണതാ ശ്രീരാമചന്ദ്ര പ്രഭു മുന്നിൽ നിൽക്കുകയാണ്. അല്ലേ. അപ്പോൾ ആ ഭഗവാന്റെ ആ അതിമനോഹരമായ ആ രൂപം കണ്ട് നമസ്കരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ ശ്രീകൃഷ്ണ രൂപം കാണിച്ചു കൊടുത്തു, രണ്ടും കണ്ടു. അപ്പോൾ ഇതാ പറയേണ്ടത്, വിനായതും കൂർമ്മമതായതും നീ പീനം വരാഹാകൃതി കൊണ്ടതും നീ മഹാനൃസിംഹോത്തമനായതും നീ മഹാമതേ വാമനനായതും നീ മഹാനൃസിംഹോത്തമനായതും നീ രമാപതേ രാഘവനായതും നീ ഇഹാംബി നീലാംബരനായതും നീ മഹാനുഭാവോ കൃഷ്ണ നമസ്തേ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് അനുഗ്രഹിച്ച് അനുഗ്രഹം മേടിച്ച് സെമന്തകമണി മേടിച്ചതാ സത്രാജ്യത്തിന് കൊണ്ടു കൊടുക്കുന്നു. അപ്പോൾ സെമന്തകമണി മാത്രമല്ല കൊടുത്തേ, അദ്ദേഹത്തിനൊരു മകളുണ്ട് ജാമ്പവതി. അപ്പോൾ
ആ അനുഗ്രഹം മേടിച്ചു അത്രേ ജാമ്പവതി. അതായത് എന്നും നിത്യ ഭഗവാന്റെ അടുത്തെത്തണവരെ നിത്യ യൗവനത്തിന് അനുഗ്രഹം മേടിച്ചിട്ടുണ്ടായിരുന്നു അത്രേ ജാമ്പവതിക്ക്. ത്രേതായുഗത്തിലുള്ളതാണ്. അനുഗ്രഹം മേടിച്ചിട്ട് അതീവ സുന്ദരിയായിട്ടുള്ള ജാമ്പവതിയെ പുത്രിയെ വിവാഹം കഴിച്ച് കൊടുക്കുകയാണ് ഭഗവാന്. ഭഗവാന്റെ കൈവിൽ ഏൽപ്പിക്കുമ്പോൾ സമന്തകത്തോടൊപ്പം തൻ്റെ മകളെയും രക്ഷിക്കണം. ഈ കൈകളിലല്ലാണ്ട് വേറൊരു കൈകളിലും എൻ്റെ മകളെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് ജാമ്പവതിയും കൂടി കൊടുത്തിട്ടാണ് അവിടുന്ന് വിടണത്. ആ ഭഗവാന്റെ ഏറ്റവും, അതായത് ഈശ്വരനെ തൻ്റേതായ എല്ലാം ഭഗവാന് സമർപ്പിക്കുക എന്ന് ജാമ്പവാൻ അവിടെ കാണിച്ചു തരാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ഈശ്വരന് സമർപ്പിക്കുക, ഈശ്വരൻ കാത്തു രക്ഷിക്കുന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ ഒരു അനുഭവം ഓർമ്മ വരുന്നത്, എൻ്റെ മൂത്ത ആൾ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് പഠിക്കാനായിട്ട് അഹമ്മദാബാദിൽ പോയി. അപ്പോൾ ആ കാലത്തൊക്കെ നമുക്ക് എപ്പോഴും കൂടുതൽ ഇങ്ങനെ സ്കൂളിലായാലൊക്കെ പേടി ഇപ്പോഴും ഉണ്ട്. ഈ മയക്കുമരുന്നിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു ഭയം നല്ലോണമുണ്ട്. അപ്പോൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പം അച്ഛനമ്മമാർക്ക് അത്ര ഭയമൊന്നുമില്ല എന്നേ ഉള്ളൂ. കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ, അതൊന്നും സാരമില്ല എന്നുള്ളൊരു ഭാവമാണ്. നമുക്ക് അങ്ങനെയല്ലായിരുന്നു, അതുകൊണ്ടാണ് ഭയം. അപ്പോൾ ഇത് അന്യനാട്ടിൽ പോയാൽ എന്ത് സ്വഭാവമാണ് പഠിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ കൺവെട്ടത്തുമല്ല, അവിടെ എന്തൊക്കെയാണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഗുരുവായൂരപ്പ ഇത്ര കാലം അതോടുകൂടി ഒരാളെയല്ല, ആ ഒരു നിമിഷത്തിൽ 2 പേരെയും ഇത്ര കാലം എന്നെ നോക്കാൻ ഏൽപ്പിച്ചു. നേരായ വിധത്തിൽ ഞാൻ നോക്കിയിട്ടുണ്ടോ, നല്ലൊരു അമ്മയാണോ ഞാൻ, ഇതൊന്നും എനിക്കറിയില്ല. നല്ലൊരു ഭാര്യയുണ്ടോ, നല്ലൊരു അമ്മയാണോ, ഇതൊന്നും എനിക്ക് നിശ്ചയമില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ ഇവിടെ വരെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഇനി എൻ്റെ കൈകളിലില്ല. നന്നായാലും ചീത്തയാലും ഗുരുവായൂരപ്പന് സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പനെ ഞാൻ അവിടെ സമർപ്പിച്ചതാണ്. 2 മക്കളെയും ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ സമർപ്പിച്ചതാണ്. ആ ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഇല്ലാണ്ടിരിക്കുന്നത് ആ സമർപ്പണം കൊണ്ടോ. കാരണം ഗുരുവായൂരപ്പൻ ഇല്ല, നമ്മൾ ആയാലേ ശരിയാവുള്ളൂ എന്ന് പറയുമ്പോഴാണ് നമുക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുക. അതിപ്പോൾ ഗുരുവായൂരപ്പനല്ലേ. അമ്മ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി അമ്മ നോക്കി, അമ്മ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ നല്ലോണം കെയർ ചെയ്ത് നോക്കണം. കാരണം തിരിച്ച് സ്വന്തം മകളുടെ കുട്ടിയോ മകൻ്റെ കുട്ടിയോ ആയാലും വീണൊന്ന് നെറ്റിപ്പൊട്ടി അവർ ചോദിക്കും അല്ലേ. അപ്പോൾ അവർക്ക് നമ്മുടെ കുട്ടി വീണ് നെറ്റിപ്പൊട്ടിയാലും സാരല്ല പോട്ടെ എന്നാണ് ഒഴിയാം. അതൊരു തലമുറ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അത്രയും കെയറോട് കൂടി നോക്കും. അതേസമയം ആ അമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ര കെയർ ഉണ്ടാവില്ല, അമ്മ നോക്കിക്കോളും. പിന്നെന്തിനാ നമുക്ക് ഇത്ര കെയർ. അതേ ഭാവം തന്നെയായിരുന്നു ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വിട്ടപ്പോൾ. അപ്പം അന്ന് ഈ ആധാർ കാർഡ് ഇതൊന്നുമില്ല. 18 വയസ്സ് കഴിഞ്ഞ ഉടനെ ഒരു കോളേജിലുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഒരു തവണ ട്രെയിൻ കയറിപ്പോയി. ട്രെയിനിൽ വെച്ചിട്ട് അപ്പോൾ ഇന്നത്തെ പോലെ കുട്ടികൾക്ക് ഇങ്ങനെ ധാരാളം പൈസ കയ്യിൽ കൊടുക്കുക എന്നുള്ളതും ഇല്ല. അങ്ങനെയൊന്നും കൊടുക്കില്ല. അവർ പോയി വരാനുള്ളൊരു ചിലവ് കൊടുക്കും, പിന്നെ കോളേജിലേക്ക് അടച്ചല്ലോ. അങ്ങനെയാണ്. ഇവൻ്റെ കയ്യിൽ അധികം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. കയറി അവിടെ ഇറങ്ങാറായപ്പോൾ ഈ TTR വന്നു ചോദിക്കും ഇവരോട്, ഐഡൻറ്റിറ്റി കാർഡ് വേണം, അത് വേണം. ഇത് അവരുടെ ഒരടവാണ്, പൈസ കുട്ടികളുടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ്റെ കയ്യിലൊന്നുമില്ല. ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ എവിടുന്നാണ് കയറിയെന്ന് വെച്ചാൽ അവിടുന്ന് തൊട്ട് ഇവിടെ വരെയുള്ള ഇരട്ടി പൈസ തരണം, അല്ലാണ്ട് പറ്റില്ല. ഇങ്ങനെ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോളേജിലത്തെ കാർഡ് കാണിച്ചു കൊടുക്കാൻ പറയും, ഇതൊന്നുമല്ല, അത് അവർ വെറുതെ പറയുന്നതാണ്, ഇതൊന്നും പറ്റില്ല, അത് വേണം, അതങ്ങനെ സ്വതവേ ഉള്ളത്. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇങ്ങോട്ട് ഫോൺ വിളിച്ചപ്പോൾ കുട്ടിയാകെ പരിഭ്രമിച്ചിട്ട്, കുട്ടികളല്ലേ, ആദ്യത്തെ അനുഭവമല്ലേ, വിളിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനാണെങ്കിൽ കോളേജിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അന്ന് ഈ മൊബൈൽ ഫോൺ അങ്ങനെ ഇല്ല, വീട്ടിലേക്ക് ഒരു ലാൻഡ് ഫോണേ ഉള്ളൂ. നമ്മളതിൽ മൊബൈൽ ഫോൺ കുറവായി. ഇപ്പോൾ കോളേജിലെത്തിയിട്ട് വേണം അച്ഛനെ ഒന്ന് വിളിക്കണമെങ്കിൽ. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഞാനാദ്യം ഫോൺ എടുത്തു. പിന്നെ എനിക്കിങ്ങനെ ടെൻഷനായി. പിന്നെ ഞാൻ വിചാരിച്ചു, എന്തിന് ഞാൻ ടെൻഷൻ അടിക്കണു, നിന്നെയല്ലേ ഗുരുവായൂരപ്പ ഏൽപ്പിച്ചു, എന്താ വരണേന്ന് വെച്ചാൽ വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ അവിടെ വെച്ച് പോയി. കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആദ്യം ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ താഴെ ഇറങ്ങിയിട്ടോ. അങ്ങനെ പറഞ്ഞു, എന്തേണ്ടായി എന്ന് ചോദിച്ചു. അയാൾ പൈസ തരാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ കയറി വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അപ്പോൾ അത് ഈ TTRമാരുടെയൊക്കെ സീനിയറായിട്ടുള്ള ആളായിരുന്നു അത്ര. എന്താന്ന് ചോദിച്ചപ്പോൾ ഇന്നതാന്ന് പറഞ്ഞു. അപ്പോൾ വേഗം കയ്യിലുള്ള കള്ളാതെ ഒപ്പിട്ട് കൊടുത്തിട്ട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഗുരുവായൂരപ്പൻ തന്നെയാണ് വന്നത്, വേറെ ആരുമല്ല. അങ്ങനെ പല അനുഭവങ്ങൾ, കുട്ടികളുടെ കാര്യത്തിൽ പല അനുഭവങ്ങൾ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചതോട് കൂടിയിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ
അതല്ലേ അവിടെ ജാമ്പുവാൻ ചെയ്തത്. കാരണം ഇതിലും വലിയൊരു കരുത്തുള്ള കൈകളിൽ ഈശ്വരനെ ഏൽപ്പിക്കുക, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല്ലാണ്ട് അതിൻ്റെ പിന്നാലെ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ടെൻഷനൊന്നും അങ്ങനെ കുറഞ്ഞു വരും. ഗുരുവായൂരപ്പന് പറ്റില്ലെങ്കിൽ വേണ്ട, ഗുരുവായൂരപ്പൻ എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ളൊരു ഭാവത്തിൽ. പക്ഷെ അത് ആത്മാർത്ഥമായിട്ട് നമുക്കങ്ങനെ പറയാൻ സാധിക്കുക എന്നുള്ളത് തന്നെ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമാണ്. നമുക്കങ്ങനെ പറ്റണമെങ്കിൽ തന്നെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണം. ഏതോ മുജ്ജമ്മ സുഹൃത്തോ കാരണന്മാരുടെ ഗുരുത്തം കൊണ്ടോ അങ്ങനെ ഒരു മനസ്ഥിതി വന്നു വിട്ടു. അത് സാധാരണക്കാരോട് പറയുമ്പോൾ ഇതൊക്കെ യാദൃശ്ചികമായിട്ടുള്ള അനുഭവങ്ങളായി എന്ന് വരാം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് ശരിക്കും. അതെ, ആ അച്ഛൻ, എൻ്റെ അച്ഛനാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ അച്ഛൻ തന്നെ. ബാക്കിയുള്ളവരല്ല എന്നല്ല, എന്നാലും ആരോടെങ്കിലും കൂടുതലൊരു ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പനോട് തോന്നുന്ന ഒരു സ്നേഹം തന്നെയാണ് എനിക്ക് അച്ഛനോട്. ആ അച്ഛൻ ഈ ലോകത്തില്ലാണ്ടായി ഞാൻ അപ്പം മരിക്കുന്നൊക്കെയായിരുന്നു പണ്ട് വിചാരിച്ചത്. അങ്ങനെയാണ്, നമ്മൾ അറിയില്ല. അച്ഛൻ ഇല്ലാത്തൊരു കാലത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ വിചാരിക്കണേ ആ ഒരു മനോഭാവം കൊണ്ടാവും 95 വയസ്സ് വരെ ജീവിച്ചതെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും. അങ്ങനെ അച്ഛൻ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി എന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഗുരുവായൂർ പോയിടുന്നാണ് തോന്നിയത്. പക്ഷെ പോകാൻ സാധിക്കില്ലല്ലോ. ചോദിച്ചു ഞാൻ വീട്ടിൽ, എന്താ അറിയണ കാരണന്മാരോട് ചോദിച്ചു, എപ്പോഴാണ് ഇനി അമ്പലത്തിൽ പോകാൻ പറ്റുകയെന്ന് ചോദിച്ചു. 16 കഴിഞ്ഞ് കുറിച്ച് എപ്പോൾ വേണമെങ്കിലും പോകാമെന്ന് പറഞ്ഞു. 16 കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ആരെയും കൂട്ടിയില്ല. ഞാൻ അവിടുന്ന് ബസ് കയറി, പന്തല്ലൂർ ബസ് കയറി ഞാൻ ഗുരുവായൂർക്ക് പോയി. ഗുരുവായൂർക്ക് പോയിട്ട് അവിടെ ചെന്നിട്ടുണ്ടായ ഒരനുഭവം, വല്ലാത്തൊരനുഭവം. അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പടിഞ്ഞാറ് നടക്കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ളിക്കൂടെയുള്ള ക്യൂവിൽ, അതിലിങ്ങനെ ക്യൂവിൽ അകത്തേക്ക് അങ്ങനെയാണ് ക്യൂ, അല്ലാണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇതാവണ്ട. അപ്പോൾ അതിലിങ്ങനെ കടന്ന് ഞാൻ ആ ക്യൂവിൽ നിൽക്കുകയാണ്. ആ ക്യൂവിൽ നിന്ന് ഞാനിങ്ങനെ നാമം ജപിച്ച് നിൽക്കുക. കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകണമുണ്ട്. അച്ഛൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു ഇതാണ്. എനിക്ക് അച്ഛനും ഗുരുവായൂരപ്പനെ ഒന്നാക്കി ഗുരുവായൂരപ്പനെ കണ്ടാൽ മതി എന്നുള്ളതിൽ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകണമുണ്ട്. അപ്പോൾ പിന്നിൽ നിന്നൊരു കൊച്ചു കുഞ്ഞിൻ്റെ ഒരു 8-9 മാസം 10 മാസമായ ഒരു കുട്ടിയുടെ കരച്ചിലിങ്ങനെ, അത് ഞാൻ കേൾക്കണുണ്ടെങ്കിലും ശ്രദ്ധിക്കണില്ല. കുറേ പേരുണ്ടാവില്ല, നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. അങ്ങനെ പിന്നിലേക്കിങ്ങനെ നോക്കണ സമയം പിന്നെ അപ്പോൾ ആരോ എന്നെ ഞോണ്ടി വിളിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ അറിയണില്ല, ഒരു സ്ത്രീ അറിയില്ല അവരെ, നമ്മുടെ നാട്ടുകാരിയല്ലേ, ഏതോ തെലുങ്കോ അങ്ങനെ എങ്ങാണ്ടുള്ള സ്ത്രീ. അപ്പോൾ ഞാൻ തിരിഞ്ഞ് ആ കുട്ടിയെ നോക്കിയപ്പോൾ അത് ചിരിച്ചിട്ട് ഭയങ്കര കരച്ചിൽ നിർത്തിയിട്ട് കൈ ഇങ്ങനെ കാട്ടി ഇങ്ങനെ എന്നെ അടുക്കാൻ കൈ കാണിച്ച് കരയാം. അപ്പോൾ എൻ്റെ പിന്നിലൊക്കെയാണ് ഞാൻ നോക്കണേ. അത് എങ്ങനെ എനിക്കറിയാം, അതെന്താ ഉണ്ടായി എനിക്കറിയാം. ഞാൻ വേഗം, അപ്പോൾ അവർ വന്നിട്ട് എൻ്റെ കയ്യിൽ ആ കുട്ടിയെ തന്നപ്പോൾ ഞാൻ വേഗം എടുത്തപ്പോൾ അത് കരച്ചിലൊക്കെ നിന്നു. ഞാനപ്പോൾ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ചൊല്ലിയിട്ട് അപ്പോൾ ഇതിങ്ങനെ എൻ്റെ വയറ്റത്ത് ചവിട്ടിയിട്ട് ഇങ്ങനെ തുള്ളി ഭയങ്കര സന്തോഷത്തിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ കാലൊക്കെ തൊട്ട് പറഞ്ഞ്, കണ്ണാ എനിക്കറിയാം നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയാം, എനിക്ക് കണ്ണ് നിറഞ്ഞൊഴുകേണ്ടത് നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് സങ്കടം കൊണ്ടല്ല ഞാൻ കരയണേ എന്നൊക്കെ ഈ കുട്ടിയോട് ഞാനിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഇതൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ അവിടെ അടച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ പുറത്തേക്ക് കിടക്കണതിൻ്റെ അവിടെ അടയ്ക്കുമല്ലോ, അത് തുറന്നാൽ ആദ്യം മുന്നാക്കം വേണം. അപ്പോൾ അത് തുറക്കണ സമയത്ത് ഞാൻ ഈ കുട്ടിയെ, ഏതോ ഒരു കുട്ടിയല്ലേ, അതിൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഞാൻ നടന്നു. അപ്പോൾ അവർ മുമ്പയ്ക്ക് പോയി അതങ്ങോട്ട് പോയി അവിടുന്ന് അങ്ങോട്ട് കടന്ന് നിന്നപ്പോഴും ഈ കുട്ടി കരച്ചിൽ നിർത്തണില്ല. ഇത് വീണ്ടും കരയാൻ തുടങ്ങി കുട്ടി. അതിൻ്റെ അമ്മ ഇതിനെ പാല് കൊടുക്കാൻ നോക്കുന്നുണ്ട് ഇതൊക്കെ തട്ടി വന്നിട്ട് പിന്നിലേക്ക് കൈയിട്ടിട്ട് ഞാൻ എന്നെ നോക്കി കരയണം. അപ്പോൾ അവിടെ നിൽക്കണവരൊക്കെ പറഞ്ഞു, എന്നാൽ പിന്നെ അതിനെ കരയിപ്പിക്കണം, ഇതിനെ അങ്ങോട്ട് എടുത്തുകൂടെയെന്ന്. ഏതോ ഒരു കുട്ടിയല്ലേ അത്, അതിനെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ ഉള്ളിൽ അത് ഗുരുവായൂരപ്പനാന്ന് തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും ബാഹ്യമായിട്ടുള്ളൊരു ചിന്തയിലത് അപ്പോൾ വീണ്ടും കൈ കാണിച്ചപ്പോൾ അത് കരച്ചിൽ നിർത്തിയിട്ട് അപ്പോൾ അവർ ആ കുട്ടി എൻ്റെ കയ്യിൽ തന്നു. ഞാൻ എന്നിട്ട് അതിനടുത്ത് നാമം ജപിച്ച് നെഞ്ഞോട് ചേർത്ത് കണ്ണാ അതിൻ്റെ കാലിൻ്റെ അടിയൊക്കെ തൊട്ട് ഞാനിങ്ങനെ നിലയിൽ വെച്ച് നാമം ജപിച്ച് അതെന്ത് ചെയ്താൽ മുഖത്ത് നോക്കി ചിരിച്ച് ആ കണ്ണുനീരെൻ്റെ വറ്റിച്ച് എന്നെ ചിരിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. നടയിൽ, അപ്പോൾ ശരിക്കും നേർ നടയിൽ നിന്നിട്ടാണ്. അപ്പോൾ ഈ കുട്ടിയെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് തൊഴുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകാൻ വേണ്ടി ചങ്ങല ഇട്ടു.
അപ്പോൾ ഞാൻ നടയിൽ ചെന്നിങ്ങനെ നിന്നിട്ട് ഒരു 10 മിനിറ്റ്, ഇതിൻ്റെ അമ്മയൊക്കെ തൊഴുത് പോയി. ഞാൻ ഈ കുട്ടിയായിട്ട് തടയിൽ 10 മിനിറ്റ് ഞാൻ അവിടെ നോക്കിയിട്ട് ഇങ്ങനെ തൊഴുന്നുണ്ട്. പക്ഷേ എന്നെ തൊഴിക്കാനൊന്നും സംഭവിക്കാണ്ട് ഭഗവാൻ നമ്മുടെ ഒക്കത്ത് വന്നിരുന്ന അതേ അനുഭവമായിരുന്നു അത്. അത് കഴിഞ്ഞ് അവിടുന്ന് തൊഴുത് ഉള്ളിലൊക്കെ നല്ലോണം നിന്ന് നടക്കി നിന്ന് നാമം ജപിച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് കടന്നതും അതതിൻ്റെ അമ്മയെ കണ്ടപ്പോൾ കൈ നീട്ടി അമ്മയുടെ അടുത്തേക്ക്. അമ്മ എടുത്തിട്ട് പോയി. പിന്നെ ഞാൻ അതിൻ്റെ അമ്മമ്മയുണ്ടായിരുന്നു, അവരെ കണ്ടുമില്ല. പിന്നെ ആ കുട്ടിയെ കണ്ടില്ല, അവർ പിന്നെ കരഞ്ഞുമില്ല. അതെനിക്ക് ഇതൊക്കെ പറഞ്ഞാൽ എങ്ങനെ ആൾക്കാർ ഉൾക്കൊള്ളും എനിക്കറിയില്ല. പക്ഷെ അതൊരു വലിയ അനുഭവമൊക്കെ തന്നെയായിരുന്നു. നമ്മുടെ ഓരോ ഘട്ടത്തിലും ഗുരുവായൂരപ്പൻ കൂടെയുണ്ട്. ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഈശ്വരനില്ലാന്നോ അന്ധവിശ്വാസമാണെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മുടെ കൂടെ നമ്മുടെ ഗുരുവായൂരപ്പൻ ഉണ്ടെന്ന് കാണിച്ചു തരുന്നതാണ് അതൊക്കെ. അപ്പം അതുപോലെ നമുക്ക് പൂർണ്ണമായിട്ട് ഭഗവാന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ സമർപ്പിച്ചു. ആ സമർപ്പണം കൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും, ആ സമർപ്പണം കൊണ്ട് തന്നെയാണ് ഓരോന്നും. ആ സെമന്തകമണി തിരിച്ച് സത്രാജിത്തിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അപ്പോൾ പിന്നെ അപ്പോൾ കയ്യിൽ സെമന്തകമണി തിരിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഇനി വേണ്ട, ഇനി ഭഗവാൻ അത് സ്വീകരിക്കണില്ല എന്ന് പറഞ്ഞു. കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയണു. പിന്നെ ആ സെമന്തകമണി കൊണ്ട് തന്നെയായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെയും അന്ത്യം ഉണ്ടാവണത് പിന്നീടുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി പോകുമ്പോൾ. അപ്പോൾ അതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോ കഥകൾ. സെമന്തകമണി എന്ന് പറഞ്ഞ ആ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യത്തിൽ അഹങ്കരിച്ചിട്ട് ഞാൻ എന്നുള്ള ധനം കൊണ്ടാവാം, നമ്മളുടെ പ്രഭാവം കൊണ്ടാവാം, അങ്ങനെ പലതിലും നമ്മൾ അഹങ്കരിക്കും. പക്ഷേ എല്ലാ അഹങ്കാരത്തിനും ആ ഭഗവാന്റെ മുമ്പിൽ എത്തുമ്പോൾ അതൊന്നുമില്ല. എല്ലാം അവിടെ തരിപ്പണാവുക ചെയ്യണത്. അപ്പോൾ എന്തു തന്നെ നമുക്ക് വന്നു ചേർന്നു എന്ന് വിചാരിച്ചാൽ അതൊക്കെ അതിന് ഈശ്വരൻ തന്നെ നമ്മുടെ കൂടെയുള്ള, വേറെ ആരുമില്ല. അതാണ് ശാശ്വതമായത്. വേറെ ഒന്നും നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകാൻ കാലത്ത് മോളുടെ വീട്ടുകാരൊക്കെ തിരിച്ചു പോകാൻ കാലത്ത് വണ്ടി കേടായിട്ട് അപ്പോൾ അവരിങ്ങനെ അയ്യോ എന്തൊരു കഷ്ടകാലം പറഞ്ഞു. എല്ലാം നല്ല കാലമെന്ന് പറയൂ. കാരണം എന്താണെന്ന് വെച്ചാൽ തല്ലിത്തൊഴിച്ച മഴയത്ത് ഏതെങ്കിലും ഒരു റോട്ട് വക്കത്ത് നിന്നിട്ട് അത് കേടായിപ്പോയി തള്ളണമെങ്കിൽ തന്നെ എല്ലാവരും ഇറങ്ങാനോ നേരെയാക്കാനോ ഒരാളില്ലാണ്ട് അവിടെ പെട്ടു പോണേക്കാൾ എത്രയോ നല്ലതാണ് ഇവിടുന്ന് ഇറങ്ങണേക്കാളും മുമ്പ് അത് നേരെയാക്കി പോകുക, സമാധാനമായില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി നേരം ഇവിടെ ഇരിക്കണം എന്ന് ഈശ്വരൻ്റെ ഇച്ഛയായിരിക്കും, അവിടെ ഇരുന്നോളൂ എന്ന്. അപ്പോൾ എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് ഇതെന്താ അങ്ങനെ കഷ്ടകാലം എന്ന് വിചാരിക്കേണ്ട, അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതാണ് ഈശ്വരൻ നമുക്ക് ഓരോ അനുഭവങ്ങളിലൂടെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ സത്സംഗം ഞാനിതാ ഇവിടെ ഭഗവാന്റെ നമ്മുടെ മുണ്ടുവള്ളി ദേവരുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്ത് കാരണം കൊണ്ടാണാവോ ഇന്ന് നമ്മളെ സത്സംഗത്തിലെ ആൾ കുറഞ്ഞത് അറിയില്ല, എന്താണെന്നറിയില്ല എന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തത്. എന്നാലും വേണ്ടില്ല, ഭഗവാന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ വന്നിരുന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ കൃഷ്ണ കുടുംബത്തിലെ ഞാൻ പറഞ്ഞുവല്ലോ, എനിക്ക് ഇനിയിപ്പോൾ അവിടെ ഒന്ന് പോകണം. ഗീതയുടെ ഗണേശൻ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇന്ന് ഞാൻ അല്ല അപ്പോൾ അദ്ദേഹം വന്നിട്ടില്ല അവിടെ ഗീത. അപ്പോൾ അത് ഞാൻ ഇവിടെ ഇവിടെ കുമരഞ്ചിറ അമ്പലത്തിൻ്റെ അടുത്തുള്ള കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് പോകണം എനിക്കിത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഭഗവാന് സമർപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇവിടെ സമർപ്പിക്കുകയാണ്. ബാക്കിയൊക്കെ ഭഗവാന്റെ ഇച്ഛ പോലെ വരട്ടെ. ആഗ്രഹമുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ദിവസം ഫുള്ള് നമുക്ക് രാമായണം പാരായണം ചെയ്ത് സമർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വ്യാഴാഴ്ച 1-ാം തീയതി അല്ല, ഒരു ദിവസം പൂർണ്ണമായിട്ട് സമ്പൂർണ്ണ പാരായണം വേണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ. അതിനിടയ്ക്ക് കുറച്ച് സത്സംഗങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 16-ാം തീയതി ഗുരുവായൂർ പോകണം എനിക്ക്. 17-ാം തീയതിയാണ് 1-ാം തീയതി തോന്നുന്നു. അപ്പോൾ 17-ാം തീയതി വ്യാഴാഴ്ചയാണ് 1-ാം തീയതി തോന്നുന്നു. അപ്പോൾ രാവിലെ 8:30-ക്കായിരിക്കും രാമായണം. അടുത്ത വ്യാഴാഴ്ചയല്ലേ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ രാവിലെ 8:30-ക്ക് നമ്മൾ സാധാരണ വ്യാഴാഴ്ച അപ്പോൾ രാമായണമാണ് ഈ എല്ലാ ദിവസവും രാവിലെ 8:30-ക്ക് 8:30 തൊട്ടിട്ട് ഉള്ള സമയമാണ്. അതാണ് നന്നാവുക. ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ ഇടിയും മഴയും ബുദ്ധിമുട്ടാണ്. അതെ.
സാധിക്കുന്നവരൊക്കെ വരിക. രാവിലെ 8:30 വരും. ഒരു ദിവസം നമുക്ക് സൗകര്യം പോലെ, ഇത് പൂർണ്ണമാവാനൊന്നും നിൽക്കണ്ട, ഏതെങ്കിലും നമുക്ക് സൗകര്യമുള്ളൊരു ഞായറാഴ്ചയോ എങ്ങനെയെങ്കിലും നോക്കിയിട്ട് സമ്പൂർണ്ണമായിട്ട് ചെയ്യാം. അത് ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇതിനിടയ്ക്ക് 1-2 സത്സംഗങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എന്ന് പറഞ്ഞത്. അപ്പം എനിക്കിത് കഴിഞ്ഞിട്ട് പോകാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ ശരി, എല്ലാവരുടെയും പാദത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കണം. നമുക്ക് ആ രാധാറാണിയോട് ഇനിയും ഭക്തി വർദ്ധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ന് ഞാനിവിടെ ആദ്യം വന്ന എൻ്റെ അടുത്ത് ഞാനൊരു ശ്ലോകം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ദശകത്തിൽ 9-ാമത്തെ അല്ലേ, അതിലാണ് പറയണ രോഗങ്ങളും നാമം ജപിക്കുന്നവർക്ക് രോഗങ്ങളും ദുരിതങ്ങളും വരുന്നുണ്ട് ഗുരുവായൂരപ്പ. നാമം ജപിക്കാണ്ട് ഇരിക്കണവർക്ക് ആണെങ്കിലോ പരമാനന്ദ സുഖവും അവർക്കൊന്നുമില്ല. അതെന്താ അങ്ങനെ? ഭഗവാനെ ഭജിക്കണവർക്ക് സുഖം, ഭജിക്കാത്ത ദുഃഖം, അങ്ങനെ എപ്പോഴും എല്ലാവരും വിചാരിക്കണം. അപ്പം അങ്ങനെ ആവാണ്ട് രോഗങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റണമെന്ന് ശ്ലോകമുണ്ട്. അപ്പം ഞാൻ പറയാം, നമ്മൾക്കും ഗുരുവായൂരപ്പനോട് ഭക്തി ഉണ്ടാക്കി തരണേന്ന് പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പോൾ ഭഗവാൻ നമ്മളോട് പറയുന്നത്, നമുക്ക് വന്നു ചേരുന്ന രോഗങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെ ഇല്ലാണ്ടാക്കുകയാണ്. നമ്മളെങ്ങനെ ആ ഭഗവാന്റെ കാരുണ്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഗീത പറയേണ്ടായി, 6 വർഷമായി ഭഗവാൻ എന്നെ ഇങ്ങനെ ഒരുക്കി 6 വർഷം എനിക്ക് സമയം തന്നു. അപ്പോളെ എനിക്ക് ഈ ഒരു ഘട്ടത്തിനെ തരണം ചെയ്യാൻ വേണ്ടി 6 വർഷമാണ് ഗുരുവായൂരപ്പൻ എനിക്ക് സമയം തന്നതെന്ന് പറഞ്ഞു പാവം. അതുപോലെ നമ്മളെ മനക്കരുത് വയ്യാണ്ടായിട്ട്. അപ്പോൾ അതുപോലെ നമ്മളെ ഓരോന്നും തരണം ചെയ്യാനായിട്ടുള്ളത്, നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെ ഇല്ലാണ്ടാക്കുകയാണ്. എന്തൊക്കെ വന്നാലും ഗുരുവായൂരപ്പൻ്റെ പാദം വിടില്ല, മുല്ലോർലിത്തേവരുടെ പാദം വിടില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാവുക വേണ്ടത്. മറ്റുള്ളവർക്ക് സുഖമെന്ന് തോന്നണ കാര്യങ്ങളൊക്കെ ദുഃഖമാണ്, നമുക്ക് ദുഃഖമെന്ന് തോന്നണ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് തീരും. അതാണ് ഉണ്ടാവാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാത്താരും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെ സദയം കരയേറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസ കനകപിശം വൈജയന്തിം ചമാലം രന്ധ്രാൺവേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപതരമണം പ്രായിഷദ്ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വരമംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, നാരായണാഖില ഗുരോ ഭഗവൻ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ
രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. ജയ ജയ ശ്രീ രാധേശ്.